രോഗികളുടെ ശരാശരി ആയുസ് 74.75. നമ്മുടെ ഡോക്ടർമാരുടെ ശരാശരി ആയുസ് 61.5. രോഗികൾ മരിക്കുന്നതിന് 10-13 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിക്കുകയാണ് നമ്മുടെ ഡോക്ടർമാരെന്ന് IMAയുടെ സ്റ്റഡി റിപ്പോർട്ടാണുള്ളത്. അവർ ഈ കാര്യങ്ങളിലെല്ലാം ഗ്രാഹ്യമുള്ളവരായിരുന്നെങ്കിൽ ഈ ഒരു ഗതികേട് അവർക്ക് ഉണ്ടാവില്ലല്ലോ. ഈ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഡോക്ടർമാർക്കൊക്കെ ഇതിനെക്കുറിച്ചൊരു വിദ്യാഭ്യാസം ഇല്ലെന്നാണ്. അത് നിങ്ങൾ തന്നെ നോക്കിയിട്ട് ഇത് നെറ്റിൽ നോക്കിയാൽ കിട്ടും. എന്നിട്ട് തീരുമാനം എടുത്തോളൂ. കൂടുതൽ ഒരു കാര്യത്തിനെ പറ്റി അറിയുമ്പോൾ നമ്മൾ കൂടുതൽ ഓവർ തിങ്ക് ചെയ്യില്ലേ? ഇപ്പം ഇഗ്നറൻസ് ഇസ് ബ്ലിസ് എന്ന് പറയില്ലേ, അറിവില്ലായ്മ അനുഗ്രഹമാണ്. അതാണ് പേഷ്യൻസിന് സംഭവിക്കുന്നത്. അതേപോലെ ഒരു ഡോക്ടർ അവർക്ക് അതിനെ പറ്റി അറിയുന്നോണ്ടായിരിക്കാം അവർക്ക് ആയിരിക്കാമെന്ന് നിങ്ങൾ കരുതുന്നു, കരുതിക്കോളൂ, നിങ്ങൾ പഠിക്കൂ. ആൻസർ ഡോക്ടേഴ്സിന്റെ ലൈഫ് സ്പാൻ കുറഞ്ഞു വരുന്നതിന്റെ കാര്യം ലോട്ട് ഓഫ് സ്ട്രെസ് ദേ ആർ അണ്ടർഗോയിങ് ആൻഡ് they are exposed to so many of the allergens diseases. So ഞങ്ങളുടെ ഇമ്മ്യൂണിറ്റി കുറയും, ഒരുപാട് അസുഖങ്ങൾക്ക് എക്സ്പോസ്ഡ് ആണ്. അതുപോലെ തന്നെ ഞങ്ങളും രോഗികളെ കാണുന്നവരല്ലേ, രോഗികളെ തൊടുന്നവരല്ലേ, ചികിത്സിക്കുന്നവരല്ലേ. ഞങ്ങൾക്കൊന്നുമില്ലല്ലോ. ആയുർവേദ വൈദ്യന്മാർക്ക് ഈ ഗതികേടില്ല, ഹോമിയോ വൈദ്യന്മാർക്ക് ഈ ഗതികേടില്ല. എന്തുകൊണ്ടാണ് കെമിക്കലായിട്ടുള്ള മരുന്നുകൾ കൂടുതൽ ഉപയോഗിക്കുന്ന രോഗികളുടെ കാര്യത്തിലായാലും അത് കൊടുക്കുന്ന ഡോക്ടർമാരുടെ കാര്യത്തിലായാലും ഈ ഒരു ഗതികേട് എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. മലയാളികൾ കണ്ണു തുറന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ്. സാറ് നേരത്തെ പറഞ്ഞതായിരുന്നു സൺസ്ക്രീനിൻ്റെ കാര്യം. ഇപ്പോൾ ഈ മാം പറഞ്ഞു ഫിസിക്കൽ സൺസ്ക്രീൻസ് ഉണ്ട് എന്നുള്ളത്. ഞാൻ +1 പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് നോക്കുന്നത്. ഞാൻ കുറേ വലിയ വലിയ ആളുകളുടെ റിസർച്ച് ആർട്ടിക്കിൾസൊക്കെ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായ കാര്യം 2 ടൈപ്പ് സൺസ്ക്രീൻസ് ഉണ്ട്. മിനറൽ സൺസ്ക്രീൻ ഉണ്ട്, കെമിക്കൽ സൺസ്ക്രീൻ ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന പൊതുവേ നമ്മൾ യൂസ് ചെയ്യുന്നത് എല്ലാവരും കെമിക്കൽ സൺസ്ക്രീനാണ്. അതിലാണ് കെമിക്കൽ കണ്ടൻറ്റ് ഉള്ളതും നമ്മുടെ ബ്ലഡ് സ്ട്രീം അത് അബ്സോർബ് ചെയ്തെടുക്കുകയും ചെയ്യുന്നത്. നേരെ മറിച്ച് മിനറൽ സൺസ്ക്രീൻ ഉണ്ട്. മിനറൽ സൺസ്ക്രീൻ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ മേളിൽ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെ ഒരു കെമിക്കൽ ഉണ്ടായിട്ട് അത് റിയാക്ഷൻ പ്രിവെൻറ്റ് ചെയ്യല്ല ചെയ്യുന്നത്, മറിച്ച് ആ വെയിൽ കൊള്ളുന്നത് സ്കിന്നിലോട്ട് വന്ന് പതിക്കാണ്ടിരിക്കാനായിട്ട് ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു അറിവ്. ഞാൻ ആ ആർട്ടിക്കിൾ വായിച്ചിട്ട് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അവിടെ ഈ വെയിൽ കൊണ്ടാലല്ലേ ശരീരത്തിന് വൈറ്റമിൻ D ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ശാസ്ത്രം പറയുന്നത്. അപ്പോൾ നിങ്ങൾ സൺസ്ക്രീൻ ഇട്ട് ബാരിയർ കൊടുത്താൽ നിങ്ങൾക്ക് പിന്നെ അടുത്ത മരുന്നിലേക്ക് പോകേണ്ടി വരില്ലേ? ആയുർവേദ സൺസ്ക്രീൻ ഉണ്ടോ? ഡോക്ടറിനോട് ചോദിക്കും, ആയുർവേദ സൺസ്ക്രീൻ ഉണ്ടോ? ആയുർവേദത്തിൽ സ്കിൻ കെയറിന്റെ ഇഷ്ടം പോലെ പ്രോഡക്ട്സ് ഉണ്ട്. സ്കിൻ അതും ആപത്താണെന്നാണ്. സ്കിൻ കെയർ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ വരണം. നിങ്ങൾ ചാരായം കുടിച്ചാൽ ബ്ലഡിൽ ചാരായം കയറുമോ? ചായ കുടിച്ചാൽ ചായയുടെ അംശങ്ങൾ ബ്ലഡിലുണ്ടാവില്ലേ? പുകവലിച്ചാൽ നിക്കോട്ടിൻ രക്തത്തിൽ കയറില്ലേ? ആ രക്തം ചെന്നിട്ട് അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന കോശങ്ങൾ, നിങ്ങളുടെ കോശം ഫൈൻ ക്വാളിറ്റിയുള്ള കോശങ്ങൾ ഉണ്ടാക്കാൻ ആദ്യം നോക്കുക. പറയുന്നത് കേൾക്ക്, നിങ്ങൾ കേട്ടിട്ട് പറയൂ. നിങ്ങൾ ആദ്യം ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ ഉണ്ടാക്കാൻ ഹെൽത്തിയായ ഫുഡ്, ഹെൽത്തിയായ എയർ, ഹെൽത്തിയായ വെള്ളം മര്യാദക്ക് കുടിക്കാതെ ഡീഹൈഡ്രേഷൻ കൊണ്ടുള്ള പ്രോബ്ലം ആണ് സ്കിന്നിന് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലുള്ളത്. ഞാൻ ദുബായിൽ വർക്ക് ചെയ്ത ഒരാളാണ്. 8 വർഷമായിട്ട് ദുബായിൽ വർക്ക് ചെയ്ത ഒരാളാണ്. അവിടെ എന്താണ് അത്യാവശ്യം വെയിൽ കൊള്ളാറുണ്ട്. എനിക്ക് ഇതുവരെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ നന്നായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം യൂസ് ചെയ്യുന്ന ഒരാളാണ്. ബിക്കോസ് അവിടുത്തെ ചൂടിന് അത് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അവിടെ ഈ വർക്കേഴ്സ് ഉണ്ട്. അവർക്കുള്ള ഒരു ജോലി ടൈം പറഞ്ഞാൽ നല്ല ചൂടുള്ള ആ ഒരു ടൈമിൽ രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ അവരുടെ വർക്കിംഗ് ഉള്ളൂ. അതിനുശേഷം അവർ റെസ്റ്റ് എടുത്തിരിക്കണം. അവിടുത്തെ നിയമം അതാണ്. അത്രയും ചൂടത്ത് അവർക്ക് ജോലി ചെയ്യാൻ അവിടെ ആ നിയമം അനുവദിക്കുന്നില്ല. പിന്നെ ഇതുകൂടെ സാർ നേരത്തെ പറഞ്ഞ ഇത് ഇന്ത്യയിൽ തന്നെ എത്ര പേര് സൂര്യൻ്റെ ചൂട് തട്ടിയിട്ട് പൊള്ളലേറ്റ് മരിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കാം നമുക്ക്. അപ്പോൾ ഇത് എത്രയും സ്കിന്നിനെ എങ്ങനെയാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാതെ നമ്മൾ നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ പണിയെടുക്കുന്ന ഒരാൾക്ക് സാറിന് തോന്നുന്നുണ്ടോ ആളുടെ സ്കിൻ അത്രമാത്രം ഹെൽത്തി ആണെന്ന്? ഈ നട്ടപ്പൊരി വെയിലത്ത് പണിയെടുക്കുമ്പോൾ ഒരിക്കലും അല്ല. കൂടുതൽ ഹെൽത്തിയാണ് ആളുടെ സ്കിന്നിന് അതിനനുസരിച്ചിട്ടായ ഡാമേജസ് ഉണ്ടായി. വെളുത്ത നിറം ആണ് സൗന്ദര്യം എന്ന് ഭ്രമിച്ചു വെളുത്ത നിറമാണ് സൗന്ദര്യം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഈ ഒരു അങ്ങനെയല്ലെങ്കിൽ വെയിലത്ത് പണിയെടുക്കുന്നവർക്ക് നല്ല ബ്രൈറ്റ് സ്കിന്ന് തന്നെയാണ് ഉള്ളത്, തേജസ്സുള്ള. ഞാൻ പറഞ്ഞത് അവരുടെ സ്കിന്നിന്റെ ഡാമേജിനെ കുറിച്ചാണ്. അവര് വെളുപ്പോ കറുപ്പോ എന്നുള്ളത് ഞാൻ ഇവിടെ ചർച്ച ചെയ്തില്ല. അവരല്ല ഡെർമറ്റോളജിസ്റ്റിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നത്. ഈ പണിയെടുക്കുന്ന വെയിൽ കൊള്ളുന്നവരല്ല ഡെർമറ്റോളജിസ്റ്റിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നത്. വെയിൽ കൊള്ളാതെ പെരക്കകത്ത് സൺസ്ക്രീനും പുരട്ടി കെമിക്കൽ ഉപയോഗിക്കുന്നവരാണ്. ഇതേപോലെ ഒരു സൺബേൺ
പറ്റിയ സമയത്ത് അവനെ കൊണ്ടുപോയത് ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്താ, അല്ലാതെ കൊണ്ടുപോയത് വേറെ എങ്ങുമല്ല. ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്തിട്ട് പോയിട്ടാണ് അവരെ ട്രീറ്റ് ചെയ്തത്. കാര്യം അവൻ സ്വിഗ്ഗി ഓടുന്ന ഒരു പയ്യനാണ്, സ്വിഗ്ഗി ഓടുന്ന ഒരു പയ്യനായിരുന്നു. ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തത് പെട്ടെന്ന് അവർ ഓടിക്കൊണ്ട് പോകുന്നത് അവർക്ക് അത് വേറെ കാര്യമാണ്. ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ഒരു സ്കിൻ കൺസൾട്ടന്റിന്റെ അടുത്തേക്കായിരിക്കും. ആവശ്യത്തിന് വെള്ളം കുടിക്കുകയോ ഒരു മദ്യം കുടിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഡീഹൈഡ്രേഷന്റെ പ്രോബ്ലം ഉണ്ട്. നിങ്ങൾ ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ 8 ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിലാണ് അതിലെ ടാനിന് വെള്ളമല്ല, ഇവിടെ പറയുന്നത് കേൾക്കുക. അത് തന്നെയാ പറയുന്നത്. ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ അതിലെ ടാനിനും കഫീനും കഴുകി കളയാൻ 8 ഗ്ലാസ് വെള്ളം വേണം. ഒരു കോള കുടിക്കുകയാണെങ്കിൽ 21 കുപ്പി വെള്ളം വേണം. അതല്ലാത്ത നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇത് ഡീഹൈഡ്രേഷനാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഡീഹൈഡ്രേഷനുള്ള ആളുകൾ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ആപത്താണ്, സൂര്യാഘാതം ഉണ്ടാകും. അതേപോലെ പല 24 മണിക്കൂറും കോള കുടിച്ചിട്ടാണ് പണിയെടുക്കുന്നത് എന്ന്. അപ്പം അവർക്ക് അതിൻ്റെതായ സ്കിൻ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അവർ പ്രിക്കോഷൻസ് എടുക്കണം എന്നേ ഞാനും സിന്റയും ഒക്കെ പറഞ്ഞുള്ളൂ. ഒരു എമർജൻസി സിറ്റുവേഷൻ, ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു ഒരാൾക്ക്, സാറ് ആയുർവേദം കൊടുക്കുവോ, ഹോമിയോപ്പതി കൊടുക്കുവോ, മോഡേൺ മെഡിസിൻ കൊടുക്കുവോ? ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായാൽ ഏറ്റവും ഏറ്റവും നല്ല അലോപ്പതി ആശുപത്രി തന്നെ കൊണ്ടുപോകണം. ദാറ്റ് ഈസ് ആൻസർ ഐ വാണ്ട്. പക്ഷേ നിങ്ങളുടെ ജീവിതം കറക്റ്റ് ആക്കാണ്ട് കണ്ണി കണ്ടതെല്ലാം വാരി വലിച്ച് നിന്ന് ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് സാച്ചുറേറ്റഡ് ഫാറ്റ് കഴിച്ച് ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സ്റ്റെൻഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പിന്നെ എങ്ങനെയാണ്? ബൈപ്പാസ് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മരുന്നിണ്ടി തീർക്കാമെന്നല്ലാണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഓടിച്ചാടി നടക്കാൻ പറ്റുമോ? കരൾ മാറ്റി വയ്ക്കാം, കിഡ്നി മാറ്റി വയ്ക്കാം, ശ്വാസകോശം മാറ്റി വയ്ക്കാം. അത്ഭുതകരമായ ശസ്ത്രക്രിയകളാണ്. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി എന്താണ്? നിങ്ങൾക്ക് പഴയ പോലെ ജീവിക്കാൻ പറ്റില്ല. പറഞ്ഞത് പ്രോബ്ലം വരുന്നതിന് മുമ്പ് നമ്മൾ നല്ല ഭക്ഷണം, വെള്ളം കഴിച്ച് അത് കഴിച്ചിട്ട് നല്ല, അതേപോലെ സ്കിന്നിന്റെ പ്രോബ്ലം വരുന്നതിന് മുമ്പ് നമ്മൾ സ്കിൻ കെയറും സ്കിന്നിന് വേണ്ട കാര്യങ്ങളും ചെയ്യണമെന്ന് അത്രേ പറഞ്ഞു. ഞാൻ സോപ്പ് പോലും ഉപയോഗിച്ചിട്ട് 40 കൊല്ലമായി. അയ്യോ, 40 കൊല്ലമായി സോപ്പ് പകരം ബദൽ സാധനങ്ങൾ. സൺസ്ക്രീൻ ഇല്ലാണ്ട് ഞാൻ ജീവിച്ചിട്ട് എനിക്ക് ക്യാൻസർ പിടിച്ചു. 40 കൊല്ലമായി ഞാൻ ഈ പ്രകൃതി ജീവനം തുടങ്ങിയിട്ട്. വെയിലത്ത് പോകുന്നുണ്ട്, വെയിലത്ത് ഇരിക്കും, ഇരുന്ന് വെയിലത്തിരുന്ന് പത്രം വായിക്കും, വെയിലത്തിരുന്ന്. എനിക്ക് സമയം വളരെ കുറച്ചേ ഉള്ളൂ, ഓട്ടമാണ് കൂടുതൽ. വെയിലത്തിരുന്ന് പത്രം വായിക്കും. സമയക്രമം ഒന്ന് പറയാമോ? ഞങ്ങള് ആരോഗ്യത്തിന് വേണ്ടി ഇന്നത്തെ തലമുറയോട് വെയിൽ കൊള്ളാൻ പറയുന്നത് രാവിലെ 9 മണി വരെയും വൈകിട്ട് 5 മണിക്ക് ശേഷവും വെളുത്ത കോട്ടൺ വസ്ത്രമെടുത്ത് വെയിൽ കൊള്ളുക. അത് നിങ്ങൾക്ക് അവിടെ ഇരുന്ന് പച്ചക്കറി അരിയാം, ഭക്ഷണം കഴിക്കുന്നത് വെയിലത്താവാം, സമയം സേവ് ചെയ്യാം. ഉച്ചയ്ക്ക് പോയി നട്ടുവെച്ചാൽ വെയിലത്ത് പോയി നിൽക്കാൻ ആരോടും നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ അത് കഴിയുന്നത് ഒരു കുറ്റമാണോ? അതുകൊണ്ട് ക്യാൻസർ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അല്ല. ക്യാൻസർ ഉണ്ടാക്കുന്നത് 500-ലധികം തരത്തിലുള്ള മരുന്നുകൾക്ക് അതിലൊരു പങ്കുണ്ട്, തെറ്റായ ഭക്ഷണ സാധനങ്ങൾക്കുണ്ട്, മേക്കപ്പ് സാധനം